സ്ത്രീ എന്നെ മാതാവ് വാഴുക. മാതാവിലോ പിതാവേ സ്വന്തം ജ്യേഷ്ഠൻ മാതരവൻ 3721 ശ്രീ ഗുരുവേ ഗുരുക്കന്മാർ വാഴേ. മൂന്നിലായിരിക്കും നല്ല ബ്രഹ്മൻ വിഷ്ണുമേശ്വരന്മാർ വാഴുക. നാലിലായത് നാലിൽ വല്ലപർവ്വതം വാഴേ. അഞ്ചിലോ പഞ്ചഭൂതികൾ അഞ്ചും വാഴുക. ആറിലോ ആരാധാരം വാഴുക. എഴുതിയോ അക്ഷരം വാഴുക. എട്ടിയോ അക്ഷരയ്ക്ക് പാലകന്മാർ വാഴേ. രുദ്രൻ വാഴുക. 12 12 കതിരുടെ കതിരാദിത്യന്മാർ വാഴുക. ആദിയായ കാലത്ത് രാവില്ല അവളയില്ല മഞ്ഞില്ല ഇരുളില്ല വെളിവില്ലാതെ കണ്ട് നിലനിൽക്കുന്നോരു നേരം ശ്രീ മഹാദേവൻ ഗണപതി എന്ന് തോന്നപ്പെട്ടു. ഗണപതി തന്നെ കൊമ്പ് കൊണ്ട് കുത്തേ ഉയർത്തിയ മീനാകാശം കാലുകൊണ്ട് ചവിട്ടിയിരുത്തിയ കീഴങ്ങളിൽ ഭൂമി നൽകാർ മണ്ഡപം വാഴേ. മീനം എന്ന മേലാകാശത്തെ എന്തെല്ലാം ഉള്ളോരോന്നം അലങ്കാരങ്ങൾ കാണാനുണ്ട്. രാവുക്ക് രാവുടെ ചന്ദ്രഭഗവാൻ മാറുക. പകലക്ക് പകരുടെ ആദിത്യ ഭഗവാനും മാറുക. നാൽമീനം ഗോർമീനം നഗരം നക്ഷത്രാദി ഇന്ദ്രാദി മന്ത്രാദി ദേവഗണങ്ങളൊന്ന് വാഴേ. മണ്ഡപത്തിന് ചെമ്പോറിക്കമത്തല്ല ചെമ്പിന്നാളമണച്ചിരുന്ന ചെറുളഞ്ഞുണ്ണി മുക്കിട്ട് തിരുവൈരാമച്ചമാരേരിയൻ മുയൽച്ച വീട്ടൂർ നെല്ലികൃഷ്ണക്രാന്തി എന്നിങ്ങനെയുള്ള ദശാപുഷ്പത്തിനെയും പറിച്ചിട്ട് ഊർന്നിട്ടാരാധീശ്വരനെ നിൽക്കുന്ന സുബ്രഹ്മണ്യുണ്ണി ഗണപതി മഹാഗണപതി സരസ്വതി ദേവി ഒന്നുമാകെ. നാഗാമണി എന്ന കുടിമല്ല നാഗാമണി എന്ന കുടിമല്ലക്കിലോതുമ്പോൾ വിടുതോളം ചവിട്ടുമ്പോൾ വെണ്ണ വിളക്കും. മാനമെന്ന വാളിക്കരിങ്കല്ലിന്റെ നാളത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ദൈവം 4 ഗണപതി 2 കോടില്ലോടനെ ബ്രഹ്മൻ ബ്രഹ്മരാക്ഷൻ വേട്ടേക്കിണകി വേട്ടേക്കരവൻ സന്ധിമുണ്ടുള്ള കാളി കൊടുങ്കാളി വാളും മനമ്മ അവയിൽ ഭഗവതി ഭദ്രകാളിയും വാഴേ. മുകുന്ദപുരം പേരുന്നച്ഛനും വാഴുക. വിളിക്കുമ്പോ വിരുവേക്കുന്ന ഇരഞ്ഞാലക്കുട കൂടന്മാണിക്കത്തപ്പൻ കുടയാന്തപരദേവൻ വാഴേ. അമുണ്ടശാലി എന്നുകൂടെയാം ഇട്ടേക്കോട്ടവിടുന്ന ശാന്തയം കടഞ്ഞോ. ഇരിഞ്ഞാലക്കുട നിന്നോ കൈകത്തെ ആർത്തോടിച്ചു തെക്കിലേടത്ത് പള്ളിയറയിൽ പള്ളിനിദ്ര സുഖലാണ്ടറങ്ങും മകനെ. ബ്രഹ്മാണ്ട ബാലകം മാറുക. പടക്കും കുടയ്ക്കും വണങ്ങിയ പടയുടെ നമ്പിയേക്കനും വാഴേ. നാട്ടിൽ തെളിഞ്ഞ നാടായിരിക്കുന്നല്ല വീട് വെച്ച് നാടൻ വാഴുക. ദേശത്തേതുങ്ങിയ ദേശമായിരിക്കുന്നു അന്നേരത്തിങ്ങനായിരിക്കുന്നില്ല നാട്ടുകര ദേശക്കരയും കരപ്പുറം വാഴുക. തട്ടകത്ത് അമ്മാവൂരി വാഴുക. തേവരെ നല്ലച്ഛനം വാഴേ. ഇരുവരുടെയും കല്ലടയ്ക്കുന്നാളെ മതിൽക്കും പുറമേ പടിയാൽ അവിടെ അടച്ച് കുടിയിരിക്കുന്ന വീട്ടിൽ തെളിഞ്ഞ വീട് പണ്ടേക്കും പണ്ടഴകിയ നിറവാട്. താഴത്ത് പറമ്പിൽ വാഴുന്ന താനിൽ ഒന്നയുടെ തറവാട് വാഴേ. അങ്ങനെ
വളർത്തിയ പോരൂ എന്ന സേവാമടവതി മുത്തശ്ശൻ വിശ്വസിച്ച് പഠിച്ച് തറവാട്ടിൽ കുടി വെച്ച് പൂജിച്ച 21,000 മന്ത്രമുള്ള സേവാവരക്കളന്മാരുടെ അച്ഛന്റെ മകളെയോട് മാറുന്ന വൃക്കണ്ണിൽ നിന്ന് പാലോലൂട്ടി വിളങ്ങുപോലെ ഖനനം ചെയ്ത മകളെ അച്ഛന്റെ ഓമന മകളെ ഉദിരാവയങ്കരി ശ്രീ ഭദ്രകാളിയമാകി ചിത്രത്തിലരേക്കും മകനെ അസുരാഗുരുന്നേ വിഷ്ണായ സ്വാമിയും വാഴുക വടുതരാപാറം വിട്ടി വന്നവനെ ഓമനാകരിമുട്ടുമായ വജാത്തന്മാർ വാഴുക ഈ സ്ഥലത്തിങ്കലുണ്ടല്ലോ സംരക്ഷിച്ചു വാഴുക കരിനാഗമണിനാഗമഞ്ജനണിനാഗങ്ങളെ നാഗരാജാവുകാക്ഷി പറക്കുട്ടിയും വാഴുക കുന്നത്തെ ഉണപ്പാട്ടിലെ കലയില്ല കുഞ്ഞിപ്പുനരും വാഴേ മനസ്സിന്റെ വെക്കാതെ ഏഴുന്നിനെ കുറിച്ച് മാറ്റി പറഞ്ഞു കൊടുത്ത ഏകവിഷ്ണുവിടെയാളവരുടെ വരം കൈയാളച്ച ഒരു കലശം കണ്ടിച്ചിടവീര് നടുക്കളത്തിൽ കാട്ടി പൂജിച്ച ഇങ്ങച്ചങ്ങാതിയുടെ പീനാസംഘജ്ഞാനക്കുഴവരെ എഴുന്നള്ളി വന്നിട്ട് ഇന്നത് വേണമെന്ന് ചെല്ലുവാനോ ഇപ്രകാരം വേണമെന്ന് ചെല്ലുവാനും കുറ്റത്തെ നീക്കി 2 വാക്യഗുണദോഷങ്ങളൊക്കെ അരുളി ചെയ്യുവാനായിട്ട് കാലവും നേരം പിഴയ്ക്കാതെ കണ്ട് എഴുന്നേരുവാൻ നേരമാകുന്നേ കല്ലിമുല്ലായും ദൈവങ്ങളെ സേവാമളവതി മുത്തശ്ശിരന്നപ്പോ അണിവിലാസമുഞ്ചിരിയൊന്ന് കൈകൊള്ളണം പടയ്ക്കും മടക്കിയ പടയുടെ കൊണ്ടുവന്നിട്ട് മലമാഴുണ്ടയ്യ ദൈവവും മകളും കേൾക്കവേ പറമ്പിലാഴുന്ന താനെല്ലാം തന്നോട് നല്ലോരു തറവാട്ടിങ്കലായിരിക്കുന്നല്ലോ പണ്ടേക്കും മൺമറഞ്ഞു പോയ വായുകാർന്നവന്മാരുടെ കാലത്തും ഒന്നല്ലോ പുരുഷനായിരിക്കുന്നല്ലോ മണ്ണിനോടും മരത്തിനോടും പാട്ടാത്തോട്ടം വാഴ്പറമ്പുകളൊക്കെ കൈകൂട്ടിനാലെ കുത്തി കളച്ചും പരിപാലിച്ചും അങ്ങനെ നിലനിൽക്കുമ്പോ അർദ്ധം വിധി കൊണ്ട് നേടിയെന്ന് വന്നാലോ മണ്ണിനും മരത്തിനും വിധിയായി പോകും മായത് കൊണ്ട് എനിക്ക് വേഗം തന്നെ ഒരു ശ്രീയോലംബ കന്യാവിനെ വേലി കഴിച്ചു എന്റെ താനില്ലെന്നനോട് തറവാട്ടോടെ കൊണ്ടുപോരണമോ എന്നും നിറന്നു യോഗിയാ പുരുഷനും അങ്ങനെ വേണ്ടുന്നില്ല സന്ധുക്കളും ബന്ധുക്കളൊക്കെ തീർന്നു വഴിയാല വഴി പോകുന്നല്ലോ മാറ്റാനക്കര പ്രദേശത്ത് ചെന്നു ഒരു ശ്രീയോലംബ കന്യാവിനെ കണ്ടു മനം തെളിഞ്ഞു താനെ കെട്ടി പുടവ കൊടുത്ത് കാണുന്നല്ലോ അവരുടെ കയ്യും പിടിച്ചു കൊണ്ടുപോരുന്നു അങ്ങനെ താനെല്ലാം തന്നോട് തറവാട്ടിങ്കലെ കൊണ്ടുവന്നു അവരിരുവരും കൂടി കാലങ്ങളോളം പാർത്തും വളർന്നും അങ്ങനെ അറിയിരിക്കുന്നു ഒരേ കാലം ണ്ടല്ലോ കന്യാവ് പെറ്റു കാണുന്നില്ല പ്രസവിച്ചു കാണാത്ത വഴി മൂലം കൊണ്ട് യോഗിയാ പുരുഷനും പറഞ്ഞു അല്ലയോ എന്റെ പെൺകിടാവേ നമ്മളുടെ വേളി കഴിഞ്ഞിട്ടു കാലങ്ങളെ കഴിഞ്ഞടി പെണ്ണെ വർഷങ്ങളും
ചിലതും പലതും കഴിഞ്ഞു പോയിടി ആയത് കൊണ്ട് നീയൊന്നു വിറ്റില്ല പ്രസവിച്ചു കാണുന്നില്ല നിന്റെ പ്രൗഢി തലക്കിൽ ഒരു പുത്രനെയോ പുത്രിയെയോ പെറ്റെടുക്കടി പെണ്ണെ ഞാനൊന്നു വഴി വളർത്തിക്കൊള്ളാൻ കന്യാവേ എന്നതിനെ കേൾക്കുമ്പോ കന്യാവ് കുളം കണ്ടവിടെ കുളിക്കുന്നല്ലോ കല്ല് കണ്ടവിടം തൊഴുതു ശാസ്താക്കന്മാർക്ക് ശംഖും ചരക്കോലും നേർന്നു തട്ടകത്ത് അമ്മ ഭഗവതിക്ക് കൂട്ടുപടി കൂട്ടുപായസങ്ങളൊക്കെ നേർന്നു കൂട്ടുപായസം വാങ്ങി അമൃതനെ കഴിക്കുന്നല്ലോ 41 ദിവസങ്ങളൊക്കെ മെയ്യടിമാ ഭജന ശുദ്ധത്താലെ കഴിഞ്ഞു 41 ദിവസം ഭജനം മുടക്കുന്നല്ലോ തങ്കണവൻ ഭർത്താവ് ഒന്നിച്ചു തെക്കിനി എന്ന മുറയറിയ ചന്ദന കുത്തുകട്ടിലും മേൽ കയറി കിടന്നു അന്നുറക്കം പന്നുറക്കം പ്രാവുറക്കം പക്ഷിയുറക്കം കുംഭകർണന്റെ സുഖിലാണ്ടൻ സുഖം ഉറങ്ങി കാണുന്ന കന്യാവേ ഉറക്കറതിരിവണ്ണവന്നട്ടെ താൻ തുറന്നു തൻകണവൻ ഭർത്താവിന്റെ പാദം തൊട്ടു തിരുനിറയിലും കുടിവെച്ചു മുറ്റത്തിറങ്ങുന്നല്ലോ മുറ്റാമടിക്കുന്ന കുറ്റിച്ചൂരെടുത്തു പെണ്ണ് മുറ്റം വേഗം തന്നെ ആശിയും പൂശിയും നിലവ് നിൽക്കുമ്പോ കന്യാവുടുത്തിരുന്ന വെള്ളയാടക്കൂടി തലക്കിൽ ചുകപ്പുമാറ് വെള്ളോതിരം മറകൊണ്ടു കന്യാവ് മാറച്ച് കൈവച്ചു അയ്യോ എന്നങ്ങനെ കരഞ്ഞു വേഗം തന്നെ മൂന്നിനോട് മണം കടന്നു നാലിനോട് വേദാടി കുളിച്ചു അറ്റുനീരും കുളിച്ച് കാണുന്നല്ലോ വട്ടകയിലെ നീർപോരു കൊണ്ടുപോരുന്നല്ലോ എല്ലാത്തിന്റെ ഇറ കുഴിച്ചു ഇറവെള്ളം തിന്ന് ചാരൊഴുകുന്നു നില്ലമ്മകത്തോടെ കരകൊണ്ടു ഉപ്പോട് ഉണങ്ങല്ലരി വെള്ളം ചന്ദനം പൂ അമൃതനെ വേദിച്ചു ഉപ്പിലൊന്നൂറലാകുന്നല്ലോ വെള്ളം തിന്നു കമള വെട്ടി അരിതിന്ന് കരുവാകുന്നല്ലോ ആ തുളവേ തുളവാകുന്നു ഇത്തുളവേ തുളവാകുന്നു അമ്മി ഉമ്മി കോഴിമുട്ട ഓരോളിവടി രൂപങ്ങളൊക്കെ ദഹിച്ചു വന്നിക്കുന്ന മാസത്തിൽ കന്യാവിനെ ഗർഭം ഉണ്ടയോ ഇല്ലയോ എന്നു ഒരിടപഴക്കം പരിപഴക്കം സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നൊരു കാലം വടിമുട്ടുന്നു 3 മാസത്തിലോ കന്യാവിന്റെ മുതു പറക്കുന്നു മുലക്കണ്ണ് രണ്ടും കറുകറുകറുകറുകറുന്നതിനെ കറുത്തു 4 മാസത്തിലോ വെട്ടി വെച്ച നാക്കില പോലെ ഗർഭം മണിവരന്നു കണ്ടു 5 മാസത്തില് പഞ്ചമാഭൂതികൾക്ക് കമ്മഴിച്ചു 6 മാസത്തിൽ പാറാറുണ്ണി പൈതലായി തിരിഞ്ഞു 7 മാസത്തിലോ എഴുந்து പിള്ളപാടെ ഇളകി കാണുന്നു 8 മാസത്തിലോ കുത്തൂമുലക്കണ്ണിലും മണിമുലപ്പാലങ്ങനെ തുരുതുരുന്നനെ തുറന്നു 9 മാസങ്ങളൊക്കെ നിറപ്രതി കന്യാവ് ഇടക്കല്ലും കയറി അരയിരിക്കുന്നൊരു കാലം കന്യാവ് ഭർത്താവിനെ വിളിച്ചു അരുളി ചെയ്ത് കണ്ടു അല്ലയോ എന്റെ ആരോമൽ ഭർത്താവേ നിങ്ങൾക്ക് എന്നെ വേണമെന്ന് വന്നാലോ എന്റെ വയറ്റിൽ അണിവളരുന്ന പിള്ളയെ വേണമെന്ന് വന്നാലേ ഈ ദേശത്തഴകുള്ള വയറ്റാട്ടി മാതാവിനെ കടുംപൊരുളാലെ കൂട്ടി കൊണ്ടുപോന്നേ മതിയാവുകയുള്ളൂ എന്നതിനെ കേൾക്കുമ്പോ യോഗിയാപുരുഷനല്ലേ കുളികുറി ദേവാരിതങ്ങളൊക്കെ കഴിച്ചു വടിയും കുടയാലകൈ വഴങ്ങുന്നല്ലോ അങ്ങനെ തൻപടി കിടക്കുന്നല്ലോ മറുപടി കിടക്കുന്നു ഓടപ്രകാശം വഴിമണ്ടി വണ്ടപ്രകാശം വഴിമണ്ടി ഇല്ലുവേലി ചാമവേലി ചതുർവേലികളൊക്കെ ഇടകടന്നു വഴി പോകുന്നൊരു കാലം
വയറ്റാട്ടിമാതാവകത്തിലും മകജാലയിൽ ഇരുന്നു എന്തോ എന്നും വിളി കേട്ടു. പുറത്തിലും നാഴികയോളം ചെല്ലുമ്പോ അടകുള്ളൊരു മകനെ കാണുമ്പോ ചോദിച്ചു, മോനെ നീ എങ്ങു നിന്ന് വരുന്നടാ, എവിടേക്ക് വഴി പോകുന്നു, ഇവിടേക്ക് വന്നു ഒരു കാര്യമെന്താണട മകനെ? അപ്പോ പറഞ്ഞു, യോഗിയാപുരുഷനല്ലയോ എന്റെ വയറ്റാട്ടി മാതാവേ, ഞാൻ വേളി ചെയ്തു കൊണ്ടുപോന്ന എന്റെ ശ്രീയോലംബ കന്യാവ് എന്റെ കാണില്ലെന്തനോട് തറവാട്ടിങ്കില് 8-9 മാസങ്ങളൊക്കെ ഗർഭം ധരിച്ചു അരയിരിപ്പുണ്ട് മാതാവേ. ആയത് കൊണ്ട് വേഗം തന്നെ മാതാവ് എന്റെ കൂടെ ഒന്ന് വഴി പോരണമെന്നങ്ങനെ അരുളി ചെയ്ത് കാണുന്ന ഒരു കാലം. മാതാവ് അകത്തിൽ അമ്മകനാഴികയോളം കടന്നു ചെല്ലുന്നല്ലോ. വലിയതൊന്നു നോക്കുന്നു, ചെറിയതൊന്നു എടുക്കുന്നല്ലോ. വടിയും കുടയാലകൈ വഴങ്ങുന്നു. പൊക്കിൽ കൊടി കണ്ടു മുറിക്കുന്ന നാടകനന്ദകളെ കത്തിയാലെ കൊണ്ട് ഉന്മടിയിലെ കൊണ്ടും തിരികെ വെച്ചു മാതാവ്. പുറത്തിറങ്ങുന്നല്ലോ, പൂട്ടാവുന്നതൊക്കെ അടച്ചു പൂട്ടുന്നല്ലോ. പൂട്ടറുകൊണ്ട് ഉത്തരപ്പടിയും മേലും കൊണ്ടുവച്ചു മാതാവ്. അല്ലിമുല്ല മലർക്കാവോട് വേഗം നിന്ന് നേരത്ത് വഴി ചെല്ലുന്നല്ലോ. മുറിമൂക്കൻ മുണ്ടന് ചാകരയോട് വന്ദനയും കഴിഞ്ഞു ഞാനും യോഗിയാപുരുഷനും കൂടി തന്നോട് തറവാട്ടോട ചെല്ലുമ്പോ കന്യാവ് പെറ്റുപോകല്ലേ, പ്രസവിച്ചു പോകല്ലേ. അഥവാ പെറ്റു പ്രസവിച്ചു പോയി എന്ന് വന്നാലോ മാറ്റു പിള്ള മറപിള്ളയൻ കയ്യിലായിരിക്കണം. ഇതിനാമൂലി കങ്കർശന പഴയിരിക്കും. ഒരു കോടി അടയ്ക്കും കങ്കറുത്ത നാളികേരത്തിനും പാട്ടം കോട്ടം വരുത്തല്ലേ എന്ന് നാവാലുറ്റ് മനസാല പ്രാർത്ഥിച്ചു. വയറ്റാട്ടി മാതാവും യോഗിയാപുരുഷനും കൂടി അവിടെ നിന്നും വഴിയാലെ വഴി നാട്ടുന്നോരുടെ കാലം. ചെവി പാർത്തു നിലനിൽക്കുന്നുണ്ട്. തള്ളക്കുടലോച കേൾപ്പാനുണ്ടോ, പിള്ളയുടെ കൊക്കും മുരലോച കേൾപ്പാനുണ്ടോ എന്ന്. അന്നേരത്ത് തള്ളയുടെ കൊക്കും മുരലോച കേൾപ്പാനുള്ളൂ. പിള്ളയുടെ കൊക്കും മുരലോച കേൾപ്പാനില്ലാത്ത വഴി മൂലം കൊണ്ട് വയറ്റാട്ടി മാതാവ് നിന്നും അരുളി ചെയ്തു, അല്ലയോ എന്റെ യോഗിയാപുരുഷ, തിരുവടിയാളെ നല്ല നിങ്ങളല്ലേ വേഗം തന്നെ കൊണ്ടുവന്നാട്ടെ കുഴിഞ്ഞീന കുഞ്ഞിക്കെണ്ണത്തിൽ എണ്ണയും വെള്ളവും കുത്താമ്പാളയും പിടി കയറി കിട്ടുവാനുള്ള മുൻമുഴങ്കയും ഇഞ്ചനാരും കൊണ്ടുപോരണോ എന്നതിനെ കേൾക്കുമ്പോ യോഗിയാപുരുഷനല്ലേ എണ്ണയും വെള്ളവും കുത്താമ്പാളയും പിടിക്കയറും ഇഞ്ചനാരും കൊണ്ട് വയറ്റാട്ടി മാതാവിന്റെ വലം കയ്യിൽ കൊണ്ടുകൊടുത്തു കാണുന്ന ഒരേ കാലം. വയറ്റാട്ടി മാതാവുണ്ടല്ലോ, എണ്ണയും വെള്ളവും കൂട്ടി വേദിക്കുന്നല്ലോ. ഉൽപ്പണ്ണയാക്കി മറുമരുന്നാക്കുന്നല്ലോ. കന്യാവിനെ പിടിച്ചു. കന്യാവിന്റെ എക്കിന്നും വക്കിന്നും നികളക്കും തണ്ടലക്കും മുതകത്ത് എന്നിങ്ങനെ 5 മർമ്മസ്ഥാനങ്ങളിൽ കൊണ്ട് ഉൾപ്പണ്ണ വരട്ടുന്നല്ലോ. മേൽവയറ്റിലെ പിള്ളയെ ഉഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞു കീഴ്വയറ്റിലേക്ക് കൊണ്ടുപോരുന്നല്ലോ. കീഴ്വയറ്റിലെ പിള്ളയെ ഉഴിഞ്ഞു പിടിക്കുന്നല്ലോ. കടവയറ്റിലേക്ക് കൊണ്ട് കീഴടക്കി കടവയറ്റിലെ പിള്ളയെ ഉഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞു ആസ്ഥാനത്ത് കൊണ്ടു നിലനിർത്തുന്നല്ലോ. ഓരടി പിന്നാക്കം നടത്തി കന്യാവിനെ 3 അടി മുന്നാക്കം നടത്തുമ്പോ വയറു പിടിച്ചു 8-10 കുടഞ്ഞു കാണുമ്പോ
കന്യാവ് പേറ്റുനോവ് കൊണ്ട് ഞെളിവിരുതഞ്ഞാരങ്ങളൊക്കെ കൊണ്ട് കാണുന്ന ഒരു കാലം ാരങ്ങളൊക്കെ കാണുമ്പോ അന്നേരത്തായിരിക്കുന്നല്ലോ ഒരാർദ്ധം വെള്ള വന്ന് തുറക്കുന്നല്ലോ രണ്ടരിശം നൊന്തുന്നുവേ വിളി പകരുമ്പോ ശിവനും ശക്തിയും വന്നു വരം കൊടുത്ത് കാണുന്നു മൂന്നരിശം നൊന്തുന്നുവേ വിളി പകരുമ്പോ കുടം നീണ്ടി വിളിയും കഴിഞ്ഞു അഞ്ചരിശം നൊന്തുന്നുവേ വിളി പകരുമ്പോ പിടിച്ചു നിന്ന പിള്ള പിടി വെള്ളി വിട്ടു കുഞ്ചിക്കരണം മറഞ്ഞു തണ്ടലോടെ ചുറ്റുന്നു ആറരിശം നൊന്തുന്നുവേ വിളി പകരുമ്പോ കന്യാവതാരില്ലെന്നവിടെ നല്ലൊരു തറവാട്ടിങ്കലല്ലേ അറുത്തു വെച്ച നേത്രവാഴക്കുരുനിലയിൽ ആയസുള്ളൊരു ആരോ മരുണ്ണി മകനെ പെറ്റു പ്രസവം കഴിഞ്ഞു കാണുന്നപ്പോ വയറ്റാട്ടിമാതാവ് മൂടൽ ശീലയാലി വളർന്നു നോക്കുന്നൊരു നേരത്തുണ്ട് കന്യാവ് വേഗം തന്നെ ആയസുള്ള ആരോമനുണ്ണി മകനല്ലേ അണിവായി വളർന്നുകൊണ്ട് ഇള 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 എന്നും പറയുമ്പോ പുറത്തിൽ അമ്പുറനാഴികയിൽ നിൽക്കുന്ന യോഗിയാ പുരുഷനും ചോദിച്ചു വല്ലയോ എന്റെ വയറ്റാട്ടി മാതാവേ പെറ്റതാരാകുന്നടോ പിറന്നു വീണെന്തായിരിക്കുന്നു അപ്പോ പറഞ്ഞു വയറ്റാട്ടി മാതാവ് പെറ്റത് നിന്റെ പെണ്ണ് തന്നെ മകനെ പിറന്നു വീണതുണ്ടല്ലോ ആയസും തേജസ്സും മഴകുള്ള ആരോമനുണ്ണി മകനാണ് അങ്ങനെ ആരോമനുണ്ണി മകനെന്ന് കേൾക്കുമ്പോ നിറയോട് പറയോട് വെള്ളോട്ട് പാത്രത്തോടും തട്ടിയും മുട്ടിയും ഉണ്ണി മകന്റെ പേടി ശങ്കാഭയങ്ങളെ എതിർക്കുന്നല്ലോ പുരട്ട് നാളികേരം കണ്ടുറന്നു വെള്ളി ശംഖ് പൊന്നുരുദ്രാക്ഷങ്ങളൊക്കെ അരച്ചോ കലക്കി ഉണ്ണി മകന്റെ ദൃഷ്ടിയോടുകൊണ്ട് മൂന്ന് കൈ കണ്ടു നിർവിളിച്ച് കാണുന്ന ഒരു കാലം മകന്റെ പൊക്കിൽ കൂടി രണ്ടാളെ ഒഴിഞ്ഞു പിടിക്കുന്നല്ലോ ചാൻ വെക്കുന്നല്ലോ നാൽ വിരൽ അടയാളം വെച്ചു ഇഞ്ചനാല് കൊണ്ട് കെട്ടി മുറുക്കുന്നു നാടകനെന്ന കിളിക്കത്തി കൊണ്ടും നീ മകന്റെ പൊക്കിൽ കൊടി കണ്ടാല് മുറിച്ചു പത്തിമേൽ മുരണ്ട ചോരയുടെ കാട്ടു നീക്കുന്നു മുട്ടി നീക്കുന്നു ഇളം മധുരം മുരണ്ട ചോര ഉണ്ണി മകന്റെ അണിചുണ്ടത്ത് കൊണ്ട് മധുരം പുരട്ടി കാണുന്നല്ലോ അന്നേരത്ത് മാതാവും പറഞ്ഞു മകനെ നീരായിരിക്കുന്നു ആളില്ലാറാവുന്ന കാലത്ത് കേമനിൽ കേമനാകുന്ന കാലത്ത് നിന്റെ ചുണ്ട് കാക്കച്ചുണ്ട് കരിഞ്ചുണ്ട് കറുത്ത ചുണ്ട് ഇന്ന് വന്നാലേ അന്ന് നിന്റെ ചുണ്ട് തത്തമ്മ ചുണ്ട് പവിഴപ്പല്ലടകായിരിക്കണം മകനെ 100 പൊഞ്ചുണ്ടിരിക്ക മകനെ 120 വയസ്സ് വാണിരിക്കണ മകനെ 100 മാമാകം വേല തൃക്കൂത്ത് ഭരണി വേല പുറങ്ങളൊക്കെ കണ്ടിരിക്കണ കുന്നത്ത് വെച്ച വിളക്ക് പോലെ കുടത്തില് പനിനീര് പോലെ വാടക്കടയിലെ ചീരത്തൈ പോലെ തേറി തെളിഞ്ഞഴകായി വരണമെന്നങ്ങനെ വാഴിച്ചു വരം കൊടുത്ത് കാണുന്നു മാതാ സമ്മാനങ്ങളും കൊടുത്തു മാതാവിനോടും പറഞ്ഞു മാതാവേ നിങ്ങൾ വേഗം തന്നെ എന്റെ മകന്റെ 28ാം നാളും വേവിളിക്ക് വന്നിരിക്കണം മാതാവേ എന്നും പറഞ്ഞു മാതാവ് വേഗം തന്നെ വെച്ചിര മാതാവിനോട് നല്ലച്ഛനോടും മണിയുടെ യാത്രയും കൈവഴങ്ങി വേഗം തന്നെ വഴി പോകുന്നു ഒരു നേരത്ത് വയറ്റാട്ടി മാതാവുമായി വേഗം തന്നെ വഴിമറഞ്ഞ് വിശേഷം കൊണ്ട് പെറ്റിരാമാതാവ് 3നോട് മുടങ്ങടന്ന് 4നോട് വേദാടി കുളിച്ചു ഈറ്റപ്പുലവാരാമയും കഴിഞ്ഞു 20 കഴിഞ്ഞു 28ാം നാള്
ഒരു കാലം മറഞ്ഞുവല്ലയോ എന്റെ യോഗിയാ പുരുഷ തിരുവടിയാണ് നല്ല നമ്മൾക്കായിരിക്കുന്നല്ലോ നമ്മളുടെ നാടില്ലെന്ന് നമ്മുടെ നല്ലൊരു തറവാട്ടിങ്കലല്ലേ ഏറിയ നേർക്ക വഴിപാടുകളും ഉരുളികളൊക്കെ കമഴ്ത്തി കിട്ടിയ മകനല്ലേ പിറന്നുള്ളൂ ആ മകൻ 28 നാളും വേർവിളികളൊക്കെ വന്നു ആയത് കൊണ്ട് നമ്മളുടെ ഉണ്ണി മകന്റെ വേർവിളികളൊക്കെ കണ്ണടങ്ങ് കൊണ്ണടങ്ങ് വലിയമ്മാവന്മാര് വലിയമ്മായിമാര് ചിറ്റച്ചിമാര് പേരച്ചിമാര് ഓപ്പമാര് അമ്മാമ്മമാര് വേഗം തന്നെ അറിവിനെ കൂട്ടണം ഭർത്താവേ എന്നത് കേൾക്കുമ്പോ യോഗിയാണ പുരുഷനല്ലേ വടിയും കുടയാന കൈവണങ്ങി തന്മടി കിടന്നു മറുപടി കിടക്കുന്നല്ലോ വീണ്ടും നിരമഹാജനങ്ങളൊക്കെ അറിവിനെ കൂട്ടുവാനായി എങ്ങനെ വഴിയാല വഴി താണ്ടുന്ന ഒരു കാലം പുരുഷനുണ്ടല്ലോ ദേശങ്ങളായ ദേശത്തോടവഴിയിൽ നിന്നല്ലോ ഓടിട്ട മേൽസ്ഥാനങ്ങളിൽ കയറിത്തുന്നു ഉണ്ണി മകന്റെ 28 നാളും പേർവിളികളൊക്കെ അറിവിനെ കൂട്ടുന്നല്ലോ പോരുന്നൊരു വഴിക്ക് ചേരമാഞ്ചെറുകുട്ടി തട്ടാന്റെ കൊന്നും ഓർവടി വാതിക്കലൂടെ കിടന്നു തട്ടാന്റെ വലം കയ്യിൽ കൊണ്ട് പൊന്നു കൊടുക്കുന്നല്ലോ വെള്ളി കൊടുത്തു തളവളകിങ്ങനെ മുത്തുമണി മോതിരങ്ങളൊക്കെ പണിയും കഴിപ്പിച്ചു തട്ടാനെയും 28 നാളിൽ വന്നിരിക്കണം എന്നും മറവിനെ കൂട്ടി വേഗം തന്നെ യോഗിയാ പുരുഷനായിരിക്കുന്നല്ലോ താനില്ലെന്തനോടുക തറവാടിൻ്റെതിന് മുറ്റത്തോടെ നിവര ചെല്ലുന്നു ഒരു കാലം അങ്ങനെ താഴത്തു പറമ്പിൽ വാഴുന്നതാരില്ലെന്തനോട് തറവാടിന്റെ തിരുമുറ്റത്തോടെ വഴിയിൽ നിന്നല്ലോ അന്ന് വ്യാഴാഴ്ച അസ്തമനം മാർത്തു വിറ്റെന്ന് പുലർകാലത്ത് വെള്ളിയാഴ്ച വെള്ളോതിരം കൊള്ളുന്നൊരു നേരത്ത് യോഗിയാ പുരുഷൻ തിരുവടിയാട് നല്ലച്ഛനുണ്ടല്ലോ അല്ലിമുല്ല മലർകാ വിളിക്കുന്നു വിളക്കോട് നിറപറമണി വിളക്കും വിളർത്തി വയ്ക്കുന്നുണ്ട് അകത്തിൽ അമ്പലശാലയിൽ വേഗം തന്നെ കടന്നു ചെന്നു അകനാഴിക അടിക്കുന്നുണ്ട് തെളിക്കുന്നുണ്ടല്ലോ വിളക്കും വളർത്തി വെച്ചു നിറപറയും എടുത്തു വെച്ചു കണ്ടങ്ങ പട്ടുപുൽപായമുണ്ട് നിവർത്തി വെച്ച് കാണുന്നുണ്ട് ഗണപതി പൂജ സരസ്വതി പൂജകളൊക്കെ കഴിഞ്ഞു അങ്ങനെ അറിയിരിക്കുമ്പോ പെറ്റിനാമാതാവ് മകനെ കുളികുറി ദേവാരിതങ്ങളൊക്കെ കഴിപ്പിച്ചു കൊണ്ടുപോരുന്നുണ്ട് യോഗിയാ പുരുഷൻ തിരുവടിയാട് നല്ലച്ഛനെ ഉമ്മടിയെ കൊണ്ട് ഞാൻ വടക്കുകൊണ്ട് കിടത്തി കാണുന്ന ഒരു കാലം ായിരിക്കുന്നല്ലോ വേഗം തന്നെ വന്നിനാ ചെറുകുടി മഹാജനങ്ങളൊക്കെ പറഞ്ഞു അല്ലയോ എന്റെ യോഗിയാ പുരുഷ നമ്മളുടെ ഉണ്ണി മകനെ പേര് വിളിക്കണമെന്ന് വന്നാലേ എന്ത് പേര് വിളിക്കണം ഏത് പേര് വിളിക്കണം അപ്പോ വന്നിന മഹാജനങ്ങളൊക്കെ പറഞ്ഞു നമ്മളുടെ താഴത്ത് പറമ്പിൽ വാഴുന്നതാണെല്ലാം നല്ലൊരു തറവാട്ടിന് പണ്ടേക്കും മൺമറഞ്ഞു പോയ വായുകാർവന്മാരുടെ കാലത്ത് കോരു എന്ന അഴകും ചിതം ചേർച്ചയുള്ള പേർ കിടപ്പുണ്ട് ആ പേര് നമ്മുടെ ഉണ്ണി മകനെ കൂട്ടി വിളിക്കാമെന്നങ്ങനെ അരുളി ചെയ്ത് കാണുന്നൊരു കാലം ഉണ്ണി മകനെ ആടാവിരിക്കുന്നുണ്ട് കൂറാവിരിക്കുന്നു നെല്ലിട്ട് നേൽമാവൂറുന്നല്ലോ അരിപൂജ ജലപൂജ അരിമണി ജലകണ്ഠ പുഷ്പദീപധൂപങ്ങളെ കൊണ്ട് പൂജിച്ചു അങ്ങനെ വേഗം തന്നെ യോഗിയാ പുരുഷൻ
മൂന്നല്ലോ കണ്ണി വെറ്റിലയാലേ കൈവഴങ്ങി ഉണ്ണീ മകന്റെ ഇടഞ്ഞുകിടൽ കൊണ്ട് കരണമന്ത്രം ഉപദേശിക്കുന്നുണ്ട്. വലഞ്ഞുകിടൽ കൊണ്ട് വേഗം തന്നെ പൊന്നരാമ കൃഷ്ണ ഗോവിന്ദ കോരൂ മകനെ എന്നും പേര് വിളിക്കുന്നുണ്ട്. അങ്ങനെ വന്നിന മഹാജനങ്ങളൊക്കെ തളവള കിങ്ങിണി മുത്ത് മണി മോതിരങ്ങളൊക്കെ കെട്ടി മോനെ കോരൂ മകനെ എന്നും പേർ വിളിച്ച് കാണുമ്പോ വച്ചിരാഗണപതി പ്രസാദം മടക്കുന്നു. വന്നവർക്ക് വാരി 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 കൊടുക്കുമ്പോ വട്ടത്തിലെ കൊണ്ട് പന്തിപ്പായല വെച്ചു, ചിപ്പത്തിലെ കൊണ്ട് മോരുകറി വിളമ്പുന്നു, ഉപ്പുമാങ്ങ വിളമ്പുന്നു, കൊണ്ടോട്ടം കായുപ്പേരി അവിയൽ തോരൻ വിളങ്ങുന്നല്ലോ, കടുമാങ്ങച്ചാർ വിളമ്പുന്നല്ലോ, പപ്പടം പായസങ്ങളൊക്കെ കൊടുത്തു. അവരും വന്നു വഴിമറഞ്ഞ് വിശേഷം കൊണ്ട്. പെക്കിന മാതാവ് കോരു എന്ന മകനെ വിളക്കുടനെ നിറമണമണി വിളക്കാലമാറ്റം മരത്തിൽ നിന്നും കൂത്തമ്പലം കയറ്റി കുടി വെച്ച് കാണും.